ദില്ലിയുടെ തെരുവുകൾ ഇന്നും വളരെ വലിയ തരത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് തന്നെയാണ് സാക്ഷ്യം വഹിച്ചത്. വിദ്യാർത്ഥി സമരത്തെ ഏറ്റെടുത്ത പ്രതിപക്ഷം ഇന്നിപ്പോൾ ഇതാ ദില്ലിയിൽ പ്രതിപക്ഷ എംപിമാരുടെ മാർച്ചിലേക്ക് കടന്നിരിക്കുന്നു. ഗാന്ധി സ്മൃതിയിലേക്കാണ് മാർച്ച് നടത്തുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് ആ വാർത്തയിലേക്കാണ്. വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇതാ പ്രതിപക്ഷ എംപിമാർ എല്ലാവരും തന്നെ ചേർന്ന് ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മാർച്ച് ആരംഭിച്ചോ? എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ എംപിമാരൊക്കെ തന്നെ നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗാന്ധി സ്മൃതിയിൽ പ്രതിപക്ഷ എംപിമാർ മുഴുവനായി പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നും 3 ബസ്സുകളിലായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ ഗാന്ധി സ്മൃതിയിലേക്ക് ഇവിടുന്ന് യാത്ര തിരിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്നതാണ് എംപിമാരൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം അല്പം മുന്നേ ജോൺ പ്രകാശ് എംപി നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദില്ലിയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ദില്ലിയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 ദിവസമായി ഇന്റർനെറ്റ് സേവനങ്ങൾ മുഴുവനായി റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു പുറമെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു, റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, റോഡുകളടക്കം അടച്ചിട്ടിരിക്കുകയാണ്. കടകൾ കൊണാട്ട് പ്ലേസിൽ ഈ സമരം നടക്കുന്ന ജന്തർ മന്ദറിന് സമീപമുള്ള കൊണാട്ട് പ്ലേസിലെ കടകൾ വൈകിട്ട് 6:30 അടയ്ക്കണം. അത് ആഹാരം ലഭിക്കുന്ന റെസ്റ്റോറന്റുകൾ ഉൾപ്പെടെ വൈകിട്ട് 6:30 അടയ്ക്കണം, ക്ലോസ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ നിലനിൽക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ എംപിമാരൊക്കെ ജോൺ പ്രകാശ് എംപി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം അതിശക്തമാകുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ പ്രതിപക്ഷത്തിന്റെ സമരം അതിരൂക്ഷമാകുമെന്ന് തന്നെ എംപിമാരൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ദില്ലി കമ്മീഷണർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത്, പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. ആരെ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാൻ കഴിയുന്ന തലത്തിൽ പ്രത്യേക അധികാരം ഇത്തരത്തിൽ എംപിക്ക് ഇത്തരത്തിൽ കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ എല്ലാ തലത്തിലും ഈ സമരങ്ങളെ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്താനുള്ള നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം എംപിമാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നു. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം നടത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പം മുന്നേ എംപിമാരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്നും തിരിച്ച് അങ്ങോട്ടേക്ക് ഗാന്ധി സ്മൃതിയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ NSA ഉൾപ്പെടെയുള്ളത് ദില്ലിയിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ NSA നടപ്പിലാക്കിയിരിക്കുന്നു. കരുതൽ തടങ്കലിൽ ആളുകളെ വെക്കുവാനുള്ള അധികാരം പോലീസ് നൽകിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് അവർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഏതൊരാളെയും അടിച്ചമർത്തി അവരുടെ ശബ്ദത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഒരു സാമ്രാജ്യത്വ നിലയിലുള്ള ഒരു ഭരണം നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ ഇതാ പ്രതിപക്ഷ എംപിമാർ എല്ലാവരും തന്നെ ചേർന്ന് ഗാന്ധി സ്മൃതിയിലേക്ക് പോയിരിക്കുന്നത്. നമ്മളോട് അല്പം മുമ്പ് ജോൺ പ്രകാശ് എംപി പ്രതികരിച്ചത് മനസ്സിലാക്കുന്നത് ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് വ്യക്തമാകുന്നില്ല, അല്ലെങ്കിൽ അത് അവിടെ ചെന്നാലേ അറിയുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സമരത്തിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? സിന്ധുരി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ശക്തമായിട്ടുള്ള സമരം, നീണ്ടു നിൽക്കുന്ന സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് എംപിമാരുടെയൊക്കെ തീരുമാനം, പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ തുടക്കമെന്നോണമാണ് ഇന്നിപ്പോൾ ഈ ഒരു ഗാന്ധി സ്മൃതിയിൽ സമരം നടത്താനുള്ള തീരുമാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതും കഴിഞ്ഞ ദിവസം സമരം നടത്തിയതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമര മാർഗത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങിയിരിക്കുന്നത്. നേരത്തെ ഒരു സൂചനയും ഇത്തരത്തിൽ നൽകിയിരുന്നില്ല. തുടക്കത്തിൽ കോൺഗ്രസ് എംപിമാർ വൈകിട്ട് 6 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്തണമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയത്താണ് മറ്റു പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയിരുന്നു. ആ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്ന സമയത്താണ് 3 ബസ്സുകൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തയ്യാറാക്കിയിട്ടിരുന്നു. അതിനുശേഷം ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെ ഗാന്ധി സ്മൃതിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഗാന്ധി സ്മൃതിയിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ നീങ്ങും. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറാകാത്ത
പ്രതിപക്ഷത്തെ കേൾക്കാൻ ഭരണപക്ഷം തയ്യാറാകുന്നില്ല. അവരുടെ പറയുന്ന ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകുന്നില്ല. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ കേൾക്കാൻ ഈ ഭരണപക്ഷം തയ്യാറാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. സിന്ധുവരെ, വിഷ്ണു, ഇന്നിപ്പോൾ പാർലമെന്റിലും നമുക്ക് സമാനമായ സാഹചര്യം കാണുവാൻ സാധിച്ചിരുന്നു. നേർക്കുനേർ ഒരു വാക്പോരിലേക്ക് ഭരണപക്ഷ പ്രതിപക്ഷ എംപിമാർ പോയിട്ടുണ്ട്. അവിടെയും ഈ ചർച്ച നടത്താമെന്ന് പറയുമ്പോഴും പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു നിലപാട് ഇന്നും പാർലമെന്റിൽ കേന്ദ്രം എടുക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അതെ, ഇപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നേരിടുന്ന പ്രശ്നം. അതായത് ദില്ലിയിൽ നിന്നും ഒരു ടെലിഫോൺ സംഭാഷണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും കേന്ദ്രം നടത്തുന്നു എന്നാണ്. ജാമർ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു, ഇന്റർനെറ്റ് സൗകര്യം വിച്ഛേദിക്കുന്നു. അങ്ങനെ ഈ ഒരു ദില്ലിയിൽ ഈ പറഞ്ഞ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന സ്വരങ്ങളെല്ലാം അടിച്ചമർത്തുന്ന ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. NSA ഉൾപ്പെടെയുള്ള അധികാരം പോലീസിന് നൽകുമ്പോൾ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കുവാനും കരുതൽ തടങ്കലിലേക്ക് വെക്കുവാനുമുള്ള അധികാരമാണ് നൽകുന്നത്. അതിലൂടെയൊക്കെ കേന്ദ്രം ശ്രമിക്കുന്നത് അവർക്കെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ മാതാവെന്ന രാജ്യത്തെ ലോകം വിശേഷിപ്പിക്കുമ്പോൾ ആ ജനാധിപത്യം തെരുവുകളിൽ ഇല്ലാണ്ടാകുന്ന അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പ്രതിപക്ഷ എംപിമാർ ഇതാ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നു. രാജ്യത്തിന്റെ പ്രതിപക്ഷം എല്ലാവരും തന്നെ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു സമരത്തിനാണ് ഇവർ ഇപ്പോൾ ഊന്നൽ നൽകിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 ബസ്സുകളിലായിട്ടാണ് പ്രതിപക്ഷ എംപിമാർ ഗാന്ധി സ്മൃതിയിലേക്ക് പോകുവാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ബസ്സിൽ നമുക്ക് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഡോക്ടർ എല്ലാവരെയും തന്നെ കാണുവാൻ സാധിക്കും. എന്തായാലും ഈ 3 ബസ്സുകളും ഇപ്പോൾ 3 ബസ്സുകളിലായി പ്രതിപക്ഷം ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാത്രി വളരെയധികം സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഉടലെടുത്തിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അടിച്ചമർത്താൻ ആരൊക്കെ ശ്രമിച്ചാലും അതിലൊന്നും അടിച്ചമരാത്ത രീതിയിൽ ഈ പ്രതിഷേധം CJP ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.